യേശുക്രിസ്തു ഈ ലോകത്തിൽ ഉണ്ടായ ഒരു വ്യക്തിയല്ല. അങ്ങനെ ചിലർ പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെ ചിലർ പ്രഘോഷിക്കുന്നുണ്ട്. യേശുക്രിസ്തു എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്ന് പഠിപ്പിക്കുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെയല്ല വേദപുസ്തകം പറയുന്നത്. യേശുക്രിസ്തു ആദിയിൽ ഉണ്ടായിരുന്നു. വിശദീകരിക്കുന്നില്ല. രണ്ടാമത് നമ്മൾ വായിക്കുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, പിന്നെ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം എന്ന് പറയുന്നത് ത്രിയേക ദൈവമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ത്രിയേക ദൈവമാണ്. നമുക്കറിയാം, ലോകത്തിലെ പ്രമുഖ മതങ്ങളെല്ലാം തന്നെ ദൈവത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ത്രിയേക ദൈവം എന്നാണ് പഠിപ്പിക്കുന്നത്. എല്ലാ മതങ്ങളുടെയും പേര് ഇവിടെ പരാമർശിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവൻ പിതാവായ ദൈവത്തോടു കൂടെ ആയിരുന്നു. അടുത്ത വാക്ക് എന്താ വായിക്കുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ധാരാളം ഉണ്ടല്ലോ, നിങ്ങളൊക്കെ കാണാതെ പഠിക്കുന്ന വാക്യത്തിന്റെ അർത്ഥമാണ് ഈ ഉപദേശം അറിയുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആദിയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉണ്ടായിരുന്നു. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ക്രിസ്തു ആരെങ്കിലും ഉണ്ടാക്കിയ ഒരു ക്രിസ്തുവല്ല. അവൻ അനാദിയായും ശാശ്വതമായും സർവശക്തനായ ദൈവമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം പിതാവായ ദൈവത്തോടു കൂടിയായിരുന്നു. അടുത്ത വാക്കെന്താ? വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു സർവശക്തനായ ദൈവമാണ്. കരമുയർത്തി സ്തോത്രം പറയാം. ഞാനും നിങ്ങളും ആരാധിക്കുന്ന, ഞാനും നിങ്ങളും അംഗീകരിക്കുന്ന, ഞാനും നിങ്ങളും സ്നേഹിക്കുന്ന ഈ സകല ചരാചരങ്ങളുടെയും ഉടമസ്ഥനായ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം എന്നുള്ളൊരു വാക്കിലല്ല വേദപുസ്തകം സംബോധന ചെയ്യുന്നത്. അവൻ സർവശക്തനായ ദൈവമാണ്. അതിൽ പിന്നെ താഴോട്ട് വായിക്കുന്നത് സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഉൾപ്പെടെ ഈ പ്രപഞ്ചത്തിലെ സകലവും യേശുക്രിസ്തു മുഖാന്തരം ഉളവാക്കപ്പെട്ടതാണ്. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് കുറച്ചുകൂടെ വ്യക്തമായി ഇങ്ങനെ പറഞ്ഞു, സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ ദൈവം സൃഷ്ടിച്ചത് യേശുക്രിസ്തുവിനെ കൊണ്ടാണ്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തുവിന് വേണ്ടിയാണ്. സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്തത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഈ പ്രപഞ്ചത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും മാന്യമായൊരു പഠനം. 2-3 തിയറികൾ ലോകത്തിലുണ്ട്. ചിലർ പറയുന്നത് ചിമ്പാൻസിയിൽ നിന്നുണ്ടായതാണ് മനുഷ്യനെന്ന, ചിലർ പറയുന്ന കുരങ്ങിൽ നിന്നുണ്ടായതാ മനുഷ്യനെന്ന. ഈ പരിണാമ സിദ്ധാന്തമൊക്കെ വിശ്വസിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോളം, പരിണാമം എന്ന വാക്കിന്റെ അർത്ഥം ഒന്നിൽ നിന്ന് പരിവർത്തിച്ച് മറ്റൊന്നുണ്ടായി എന്നാണ്. അങ്ങനെ കുരങ്ങിൽ നിന്നുണ്ടായതാണ് മനുഷ്യരെങ്കിൽ പിന്നെ ഇവിടെ ആരെ കാണാൻ പാടില്ല? പറഞ്ഞേ, ആരെ കാണാൻ പാടില്ല? കുരങ്ങുണ്ടാകാൻ പാടില്ല. നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ കുരങ്ങന്മാരുടെ ഒരു കേന്ദ്രം തന്നെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒരു കുരങ്ങന്റെ അടുക്കൽ പോയി കുറച്ചു നേരം കുരങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് തുറന്ന് പറയാൻ പറ്റും, എൻ്റെ വല്യപ്പനാണ് എൻ്റെ കയ്യിലിരുന്ന ഈ ചിപ്സ് മടിച്ചോണ്ട് പോയതെന്ന് പറയാൻ പറ്റുമോ? കുമളിയിലൊക്കെ പോയി, തേക്കടിയിലൊക്കെ പോയി കാഴ്ച കാണാൻ പോയിരിക്കുമ്പോൾ സന്തോഷത്തോടെ തേക്കടിയിലിരുന്ന് കാഴ്ച കാണുമ്പോൾ ആ ചിപ്സൊക്കെ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ഈ കുരങ്ങനുണ്ടല്ലോ, ഇത് അടിച്ചുകൊണ്ട് പോകും. ആ കുരങ്ങനല്ല നമ്മുടെ പിതാവ് എന്ന് പറയുന്നത്, നമ്മുടെ മുതുമുതുപ്പൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് കുരങ്ങന്മാരിൽ നിന്നോ ചിമ്പാൻസിൽ നിന്നോ ഉണ്ടായതല്ല. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉളവാക്കിയ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതാണ് ഈ അണ്ഡകടാഹമെങ്കിൽ ഈ ഉണ്ടായട്ടെ എന്ന് പറഞ്ഞ ഭൂമണ്ഡലത്തിൽ ദൈവം ഉണ്ടാക്കിയവരാണ് മനുഷ്യൻ. എങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലും. സാദൃശ്യത്തിലും സ്വരൂപത്തിലും. കുരങ്ങനെ സൃഷ്ടിച്ചത് സാദൃശ്യത്തിലും സ്വരൂപത്തിലുമല്ല. ആനയെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമല്ല. അത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉൽപ്പത്തി പുസ്തകം ഒന്ന് വായിച്ചാൽ മതി. അതെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടായതാണ്. എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് നിലത്തെ പൊടിയിൽ നിന്ന് അവനെ എടുത്ത് അവന് രൂപമുണ്ടാക്കിയത് തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. സ്തോത്രം, സ്തോത്രം. എന്നിട്ട് അടുത്ത വാക്യം എന്താ? അവന്റെ ഉള്ളിൽ ജീവശ്വാസമുതി. ആരാണ് ഈ ജീവശ്വാസം ഊതിയത്?
ഇവിടെ പറയുന്നത് സകലവും അവൻ മുഖാന്തരം ഉളവാക്കി എന്ന് പറഞ്ഞിട്ട് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആദമിന്റെ ശരീരത്തിലേക്ക് ജീവൻ പകർന്നത് യേശു ക്രിസ്തുവാണ്. അവന്റെ ജീവനാണ് പകർന്നത്. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഏദൻ പൂങ്കാവനത്തിൽ ആദവും ഹവ്വയും എത്ര കാലം പാപം ചെയ്യാതെ ജീവിച്ചു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എത്ര നൂറ്റാണ്ടുകൾ ജീവിച്ചെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മനുഷ്യന്റെ പാപം ചെയ്തതിനു ശേഷമുള്ള ആയുസ് കണക്ക് കൂട്ടിയ കാലഘട്ടം വെച്ചുകൊണ്ടാണ് 6000 വർഷത്തെ കണക്ക് മനുഷ്യകുലത്തെ കുറിച്ച് പറയുന്നത്. എന്നാൽ മനുഷ്യരെ ദൈവം സൃഷ്ടിച്ച് ഏദൻ പൂങ്കാവനത്തിലാക്കിയപ്പോൾ അവൻ എത്ര നൂറ്റാണ്ടുകൾ അവിടെ ജീവിച്ചു എന്നുള്ളതിന് നമുക്ക് കണക്കെടുക്കാൻ പറ്റില്ല. കാരണം ആദമിനും ഹവ്വയ്ക്കും ആയുസ് കണക്ക് വെക്കാതെയാണ് അവരെ സൃഷ്ടിച്ചത്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ വെളിച്ചമാകുന്ന ജീവനുമായിട്ടാണ് ജീവിച്ചത്. അങ്ങനെ ജീവിച്ച മനുഷ്യനോട് ദൈവം പറഞ്ഞു, ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും പഴം നിങ്ങൾക്ക് തിന്നാം, പക്ഷെ എന്തോ ചെയ്യരുത്, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞാൽ വെളിച്ചമെന്ന് പറയുന്നത് നന്മയുടെ ഭാഗമാണ്. ആ നന്മയിലൂടെ മാത്രം നീ ജീവിക്കണം, തിന്മയിലേക്ക് നീ പോകരുത്. എന്നാൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ അടിമയായിട്ട് സൃഷ്ടിച്ചതല്ല, സ്വാതന്ത്ര്യമുള്ളവരായി. ദൈവത്തിന്റെ സ്വാതന്ത്ര്യവും ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ വികാരങ്ങളും മനുഷ്യനിലേക്ക് ദൈവം നൽകിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിന്റെ കൂടെ തിന്മയുടെ സ്വഭാവം നിന്നിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ജീവൻ വെളിച്ചമാണ്. ആ വെളിച്ചത്തിൽ ജീവിക്കണം, നീ ഇരുളിൽ പോകാൻ പാടില്ല എന്ന് വ്യക്തമായി അവനോട് പറഞ്ഞു. അങ്ങനെ ഇരുട്ടിലേക്ക് നീ പോയാൽ നീ പാപം ചെയ്യുന്ന നാളിൽ മരിക്കുമെന്ന് ദൈവം പറഞ്ഞു. എന്താ? നിത്യജീവനുള്ളവരായി മരണമില്ലാത്തവരായി സൃഷ്ടിക്കപ്പെട്ട ആദമിനും ഹവ്വയ്ക്കും നീ മരിക്കുമെന്ന് ദൈവത്തിന് പറയേണ്ടി വന്നെന്ന വെളിച്ചത്തിന്റെ ഉള്ളിലേക്ക് ഇരുള് കയറി, അധർമ്മം കയറി, പാപം കയറി. അങ്ങനെ ഒരു മനുഷ്യനെ ലോകത്തിൽ അജീവനാന്ത വർഷം ജീവിപ്പിച്ചാൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് എത്ര ഭയങ്കരമാണെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് പറഞ്ഞു, പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പിശാച് എന്ന് നമ്മൾ വിളിക്കുന്നത് ആരെയാ? നമ്മൾ